ഹലോ. അവിട്ട് പോയിട്ട് ഞങ്ങൾ അമ്മയുടെ വീട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ അതേ അമ്മയും മാമിയും കൂടി നല്ല അടിപൊളി താറാവ് കറി വെക്കാൻ പോവുകയാണ്. അപ്പോൾ താറാവ് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഉരുളൻകിഴങ്ങും പിന്നെ തേങ്ങാപ്പാലിന് ആവശ്യമായിട്ടുള്ള തേങ്ങായും. പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ഇടണേ. സവാള നല്ലതുപോലെ വഴന്ന് വന്നു കഴിയുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി ആവശ്യമായിട്ടുള്ള എല്ലാ മസാലകളും ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം കേട്ടോ. പൊടികളുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് അതിലേക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഗ്രേവി ആക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ് കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന താറാവ് കൂടെ ചേർക്കുന്നുണ്ട്. താറാവ് കറി വേകുന്നതിൻ്റെ ഒപ്പം തന്നെ അപ്പത്തെ ചിക്കൻ കറി കൂടെ വേകുന്നുണ്ട് കേട്ടോ. മാമിയും അമ്മയും കൂടി ഉച്ചക്കത്തേക്കുള്ള ധൃതിയിട്ട പണിയിലാട്ടോ. അപ്പോൾ അതേ ഉരുളൻകിഴങ്ങൊക്കെ നന്നായി വെന്ത് വരണം കേട്ടോ. അപ്പോൾ അതുവരെ നല്ലപോലെ ഇട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നല്ലപോലെ വെന്ത് വന്നപ്പോഴേക്കും നമ്മൾ അതിലേക്ക് ഒന്നാം പാൽ കുറച്ച് മസാലപ്പൊടി കൂടി ചേർത്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒന്നാം പാൽ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുവാണേ. അപ്പോൾ അതേ നമ്മുടെ താറാവ് കറി നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. താറാവിൻ്റെയും ചിക്കൻ്റെയൊക്കെ പുറമേ നല്ല കട്ലമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറി വെച്ചതും മോര് കാച്ചിയതും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.